സൂക്ഷിക്കുക. നിങ്ങളെ പിന്തുടരുന്ന പുതിയ വിരന്മാരെ തിരിച്ചറിയുക. തുണിക്കടകളിലും ഹോട്ടൽ ബാത്റൂമുകളിലും ചില കാമഭ്രാന്തന്മാർ ഒളിക്യാമറ വെച്ചിട്ടുണ്ടാവാം. ഒന്ന് ശ്രദ്ധിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. ഒളിക്യാമറകൾ ഉള്ളതുകൊണ്ട് മാത്രം തെളിയിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളും ഒളിക്യാമറ ഓപ്പറേഷനിലൂടെ ലോകം തിരിച്ചറിഞ്ഞ കള്ളനാണയങ്ങളും നിരവധിയാണ്. പക്ഷെ ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ ഫലങ്ങളും എന്ന പോലെ ഒളിക്യാമറയും ഉപയോഗിക്കുന്നവന്റെ ലക്ഷ്യത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലാണ് വിധിക്കപ്പെടേണ്ടത്. ATM തട്ടിപ്പ് കണ്ടെത്താൻ സ്ഥാപിക്കുന്ന അതേ ക്യാമറ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന കാമവേകൃതം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ക്ലിപ്പിംഗ് ആളുകൾ ഡൗൺലോഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഇത് ഇന്റർനെറ്റിൽ കയറ്റുന്ന ആൾക്ക് പണം. അത് എത്ര വേണമെങ്കിലും ആകാം, 100 മുതൽ 1000 വരെ. ഇന്റർനെറ്റിലൂടെ സ്ത്രീകളുടെ മുഖങ്ങളും ശരീരഭാഗങ്ങളും പ്രദർശിപ്പിക്കുന്നത് വൻ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനസിക രോഗം എന്നതിനപ്പുറം അത്തരം രോഗികളെ ചൂഷണം ചെയ്യുന്ന സെക്സ് വിനോദ വ്യാപാരികളുടെ കൈകടത്തിൽ കൂടിയാകുമ്പോൾ നാടൻ മൂത്രപ്പൊലിലെ ദൃശ്യങ്ങൾ പോലും കടൽ കടന്ന് പലരുടെയും മൊബൈൽ ഫോണുകളിലെത്തും. മൊബൈൽ ഫോൺ ക്യാമറകളാണ് 80% കുറ്റകൃത്യങ്ങളിലും ഉപയോഗിക്കപ്പെടുന്നത്. ഹോട്ടൽ റൂമുകളിൽ മാത്രമല്ല, തുണിക്കടകളിലെ ഏറ്റവും കൂടുതൽ കരുതേണ്ടത് വെബ് ക്യാമറകളെയാണ്. നിങ്ങൾ നടത്തുന്ന വീഡിയോ ചാറ്റുകൾ അപ്പുറത്തുള്ളവർക്ക് റെക്കോർഡ് ചെയ്യാൻ അവസരമുണ്ട്. ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്ത നിങ്ങളുടെ മുഖം മറ്റൊരു നഗ്ന ശരീരവുമായി ചേർത്ത് വെച്ച് മോർഫ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്തവരുമായി വീഡിയോ ചാറ്റിംഗ് കഴിവതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കണ്ണട, സിഗരറ്റ് ലൈറ്റർ, കീ ചെയിൻ, പേന തുടങ്ങി ഏത് രൂപത്തിലാണ് ഒളിക്യാമറ നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. തുണിക്കടകളിലെ ട്രയൽ റൂമുകളിൽ വെച്ച് വസ്ത്രം മാറുന്നതിന് മുൻപ് ഒരു സൂക്ഷ്മ നിരീക്ഷണമാവാം. ഒളിക്യാമറകൾ മാത്രമല്ല പ്രശ്നക്കാർ. ചില ഹോട്ടൽ റൂമുകളിലെയും ട്രയൽ റൂമുകളിലെയും കണ്ണാടികളും ചിലപ്പോൾ നിങ്ങളെ ചതിക്കിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചെടുക്കാനാവില്ല എന്നതിനാൽ മുൻകരുതലുകൾ കൂടിയേ തീരൂ. ആരെങ്കിലും ഫോട്ടോ എടുത്തു എന്ന് തോന്നിയാൽ ഉടനെ കൂടെയുള്ളവരെ വിവരമറിയിച്ച് മൊബൈൽ ഫോൺ വാങ്ങിവെക്കുക. പോലീസിനെ അറിയിച്ച് ഫോൺ പരിശോധിക്കുകയും വേണം. എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ഫോട്ടോ എടുക്കാൻ അരുതെന്ന് പറയാനുള്ള ധൈര്യം പെൺകുട്ടികൾ കാണിക്കണം. ഹോട്ടൽ, ടെക്സ്റ്റൈൽ ഷോറൂം എന്നിവിടങ്ങളിൽ ജോലിക്ക് നിർത്തുന്നവരെ കുറിച്ച് ഉടമസ്ഥർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. IT Act 67 പ്രകാരം അശ്ലീലം കലർന്ന ചിത്രങ്ങൾ കൈമാറുന്നതും ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുന്നതും 3 വർഷം തടവോ 5 ലക്ഷം രൂപ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണ്. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ഉണ്ടാവാം. മൊബൈൽ ഫോൺ റിപ്പയറിംഗിന് കൊടുക്കുമ്പോൾ മെമ്മറി കാർഡ് ഊരി മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിക്കാം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.